ചോദ്യം എന്താണ്? I have sold my bicycle. I have sold. I have sold. Have sold. എന്ത് ടെൻസ് ആണ് ആദ്യത്തെ? Have sold. എന്ത് ലെസണിൽ? പുറകെ പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് തന്നല്ലോ. അപ്പൊ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് തന്നെ വോയിസ് ചേഞ്ച് ചെയ്യണം. ഇപ്പൊ നമ്മൾ തൊട്ട് മുൻപിൽ ഒരു ക്വസ്റ്റ്യൻ വോയിസ് ചേഞ്ച് ചെയ്തപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ആയിരുന്നു. എന്താ ഉപയോഗിച്ചത്? നമ്മൾ ബീൻ ഉപയോഗിച്ചു അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ആൻസർ ചെയ്യാം. ഇവിടുത്തെ ഓബ്ജക്റ്റ് എന്താണ്? ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹാവ് സോൾഡ് വെർബ് കണ്ട് മനസ്സിലാക്കിയതാണ്. അപ്പൊ ഇവിടുത്തെ ഓബ്ജക്റ്റ് ഏതാ? ഹാവ് സോൾഡ് വിറ്റു. എന്താ വിറ്റത്? എന്റെ ബൈസൈക്കിൾ. ഇവിടുത്തെ ഓബ്ജക്റ്റ് ഏതാ? അപ്പോൾ മൈ ബൈസൈക്കിൾ. മൈ ബൈസൈക്കിൾ. മൈ ബൈസൈക്കിൾ. ഇവിടെ ഹാവ് സോൾഡ് എന്നാണ് ഇവിടുത്തെ വെർബ്. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. മൈ ബൈസൈക്കിൾ എന്നത് സിംഗുലർ ആണ്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഹാസ് ബീൻ ഹാവ് ബീൻ ഉപയോഗിക്കണം. ഇവിടെ നമുക്ക് എന്താ ഉപയോഗിക്കാൻ കഴിയും? ഹാസ് ബീൻ ആണോ ഹാവ് ബീൻ ആണോ? ഹാസ് ബീൻ, ഹാവ് ബീൻ അല്ല. എന്താ കാരണം? ഇവിടുത്തെ ഓബ്ജക്റ്റ് ഏകവചനം സിംഗുലർ. അതിനാൽ ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഹാസ് ബീൻ. ഹാസ് ബീൻ. ഹാസ് സിംഗുലർ, ഹാവ് പ്ലൂറൽ. ഇവിടെ മൈ ബൈസൈക്കിൾ സിംഗുലർ. അതിനാൽ എന്ത് ഉപയോഗിച്ചു? ഹാസ് ബീൻ. മൈ ബൈസൈക്കിൾ ഹാസ് ബീൻ. ഇനി ഇവിടുത്തെ വെർബ് ഏതാ? സോൾഡ്. അല്പം മുൻപ് പറഞ്ഞു തന്നു. പെർഫെക്റ്റ് വരുന്ന വെർബ് അതേപോലെ തന്നെ ഉപയോഗിക്കണം. പെർഫെക്റ്റ് വരുന്ന വെർബ് എങ്ങനെ എഴുതണം? അതേപോലെ തന്നെ എഴുതണം. അപ്പൊ എങ്ങനെ എഴുതും? ഹാസ് ബീൻ സോൾഡ്. ഹാസ് ബീൻ സോൾഡ്. ഇനി ഇവിടെ ആരേ ഉള്ളൂ? ഐ എന്ന ഈ സബ്ജക്ട് മാത്രമേ ഉള്ളൂ. എങ്ങനെ എഴുതും? ബൈ മീ. ഇതാണല്ലേ ആൻസർ. ആൻസർ കിട്ടിയായിരുന്നു? ഓക്കെ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നെ എല്ലാവരും ഫോളോ ചെയ്യണം. താങ്ക് യു.